ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൽ പുഡിംഗ് തയ്യാറാക്കിയാലോ. പാൽ പുഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പാൽ പുഡിംഗ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 20 ഗ്രാം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, 60 ഗ്രാം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, 40 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 40 ഗ്രാം മുതൽ 50 ഗ്രാം വരെ പഞ്ചസാര എടുക്കാം. 50 ഗ്രാം പഞ്ചസാര എടുക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. 40 ഗ്രാം ആണെങ്കിൽ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം ചേർത്ത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടിയാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത്. ഇത് രണ്ടും ചേർത്തില്ല, പാലിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം മതിയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അത് ഇപ്പോഴൊന്നും വേണ്ട, അത് ലാസ്റ്റ് നമ്മുടെ പുഡിംഗ് റെഡിയായി സെറ്റായി കഴിയുമ്പോൾ മതി. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് വയ്ക്കാതിരുന്നത്. നമുക്ക് ഈ പാലൊന്ന് ഒരു പാനിലേക്ക് മാറ്റാം. പാലിപ്പോൾ ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൽപ്പൊടി, കോൺഫ്ലോർ, അതുപോലെ തന്നെ നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി മതി. പക്ഷെ ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഒട്ടും തന്നെ ഏലക്കയുടെ തരികൾ വീഴരുത്. ഞാനിത് പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഏലക്കപ്പൊടി ആണെങ്കിൽ ഒട്ടും തന്നെ ആ ഏലക്കയുടെ തൊലിയോ തരിയോ ഒന്നും വീഴാതെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലെടുക്കരുത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച പാലാണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ മുൻപെടുത്ത് പുറത്ത് വയ്ക്കണം. കോൺഫ്ലോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് വേഗം കുറുകി പോകും. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. വേഗം റെഡിയാവുന്ന പുഡിങ്ങാണിത്. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ബട്ടറോ നെയ്യോ അപ്ലൈ ചെയ്ത് ആദ്യം റെഡിയാക്കി വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ മിക്സർ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് വേഗം തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ബട്ടറാണ് കേട്ടോ ആ ഒരു ട്രേയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബട്ടർ അപ്ലൈ ചെയ്ത ട്രേയിലേക്കാണ് ഞാനിത് ഈ പുഡിങ് മാറ്റാൻ പോകുന്നത്. അത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ പുഡിങ് റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ ട്രേയിൽ ബട്ടറോ നെയ്യോ ഒക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇത് സെറ്റായി പോവും. ഈ പാൻ്റെ ഷേപ്പിൽ തന്നെ സെറ്റായി പോവും. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്. ആദ്യം ഇത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ ബട്ടറൊക്കെ അപ്ലൈ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ നമ്മുടെ പുഡിംഗ് ട്രേ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ലംസ് ഉണ്ടാവാതിരിക്കുക. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒരു സ്പാറ്റിൽ യൂസ് ചെയ്തിട്ടോ വിസ്ക് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ വിസ്ക് മാറ്റി സ്പാറ്റിലാക്കുക കേട്ടോ. വിസ്ക്കാണ് ഏറ്റവും നല്ലത് ലംസ് ഉണ്ടാവാതിരിക്കാൻ. പക്ഷേ കുറച്ച് സമയം വിസ്ക് യൂസ് ചെയ്ത് ഇളക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിസ്ക് മാറ്റിയിട്ട് സ്പാറ്റില യൂസ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കൽ മാത്രമേ ഇതിലോട്ട് പണിയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള പണികളൊന്നുമില്ല. വളരെ എളുപ്പമുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ പാലും കുറച്ച് പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇളക്കി ഒന്ന് കറക്റ്റ് ഫോമായി വരുമ്പോൾ ഇനി കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ നമ്മുടെ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിക്കഴിഞ്ഞു. അത് കണ്ടോ തിക്കായി വന്നു. പക്ഷേ ഇതല്ല കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനിയും തിക്കാവാനുണ്ട്. നമ്മളപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തിക്കായി വരും. ഒരു മിനിറ്റിനുള്ളിൽ തിക്കായി വരും. ഇനി വീണ്ടും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വിസ്ക് യൂസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ പഴയ നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുക കേട്ടോ. പുതിയ നോൺ സ്റ്റിക്ക് പാൻ എടുക്കരുത്. സ്പാറ്റിൽ യൂസ് ചെയ്തിട്ടാണെങ്കിൽ പുതിയ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. വിസ്ക് ആവുമ്പോൾ പഴയ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇളക്കാൻ എളുപ്പം. സ്പാറ്റിലാണെങ്കിൽ കുറച്ച് ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ പുഡിങ്ങിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം വരുത്തും. വിസ്ക് ആവുമ്പോൾ പുഡിങ്ങിൽ ലംസ് ഒട്ടും ഉണ്ടാവില്ല. കുറച്ചുകൂടി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പുഡിങ് ട്രേയിലേക്ക് മാറ്റാം. കണ്ടോ ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കായി വരട്ടെ. സൈഡ്സൊക്കെ ഒന്ന് ചേർത്ത് ഇതുപോലൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കുമ്പോൾ. പിന്നെ നിങ്ങൾ സോൾട്ടഡ് ബട്ടർ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ
ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രം ഒരു പിഞ്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്രീസ് ചെയ്യാനായിട്ട് സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഉപ്പ് ചേർക്കാതിരുന്നത്. അതെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മധുരം വല്ലാതെ നിൽക്കും. അതാണ് എപ്പോഴും സോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യാണ് നല്ലത്. നമ്മുടെ ഈ ഒരു പാൻ്റെ ഷേപ്പിലേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ടോ, വലിയ ബർണറിൽ നിന്ന് ചെറിയ ബർണറിലേക്ക് മാറ്റി. ഇനി ചെറിയ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും, അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നിൽക്കുക. ആ കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും. ഇടയ്ക്കൊന്ന് കൈയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് കൈയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വിസ്ക് മാറ്റിയിട്ട് സ്പാറ്റിൽ എടുക്കാൻ പോവാണ്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് മധുരം ചെക്ക് ചെയ്യാം. മധുരം കുറവാണെങ്കിലും മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജിലൊക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. പഞ്ചസാര ഡയറക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെൽറ്റായി വരാൻ സമയം കൂടുതലെടുക്കും. നമ്മൾ ഇളക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ പുഡിംഗ് ആയി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ പുഡിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ ആ ഷേപ്പിലേക്ക് ആയി വരുന്ന രീതിയിൽ ടൈറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഏത് ട്രേയിലാണോ, നമ്മുടെ കേക്ക് ടിന്നിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത്, ആ കേക്ക് ടിന്നിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. ഇത് മതി, ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്യുക, ചൂടോടുകൂടി തന്നെ കേക്ക് ടിന്നിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പുഡിംഗ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേഗം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കേക്ക് ടിൻ ടാപ്പ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചൂട് മാറി കഴിയുമ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ വെച്ച് ചൂട് മാറി കഴിയുമ്പോൾ നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തൊക്കെ അല്ലേ എടുക്കുക. ഇത് സ്റ്റീമറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നേരെ തണുപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ പുഡിംഗ് ഇപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്യുന്നതിന് മുന്നേ സൈഡ്സ് ഒന്ന് സ്പാറ്റിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുഡിംഗ് പീസുകളുണ്ടല്ലോ, ഓരോന്നും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും കൂടും, കാണാൻ ഭംഗിയും കൂടും. നമ്മുടെ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ സെർവ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഒന്ന് ശ്രദ്ധിച്ച് കോട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പുഡിംഗ് പീസുകളെല്ലാം ഇതാ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ റോൾ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞില്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഈ പ്രസൻറ്റ് ചെയ്ത വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.